എസ്എൽപുരം സദാനന്ദന്റെ സ്മരണാർത്ഥം മാരാരിക്കുളം വടക്ക് ഗ്രാമപഞ്ചായത്ത് നിർമ്മിച്ചു നൽകിയ ഓപ്പൺ ജിംനേഷ്യവും കിഡ്സ് പാർക്കും നാടിന് സമർപ്പിച്ചു. എസ്എൽപുരം സദാനന്ദന്റെ സ്മരണാർത്ഥം മാരാരിക്കുളം വടക്ക് ഗ്രാമപഞ്ചായത്ത് നിർമ്മിച്ച പാർക്കിൽ പഞ്ചായത്തിന്റെ 2024-25 സാമ്പത്തിക വർഷ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കുട്ടികൾക്കുള്ള പാർക്കും ഓപ്പൺ ജിംനേഷ്യവും പൂർത്തിയാക്കിയത്. പി ചിത്തരഞ്ജൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ സുദർശനാഭായ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രീത N, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ P രത്നമ്മ, പഞ്ചായത്ത് അംഗം രവി അളപ്പന്തറ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ MN ഹരികുമാർ, PDS ചെയർപേഴ്സൺ അനിൽ G മനോജ്, നിർവഹണ ഉദ്യോഗസ്ഥ ബീന TV തുടങ്ങിയവർ പങ്കെടുത്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CC ഷിബു സ്വാഗതവും സെക്രട്ടറി ബിജി S നന്ദിയും പറഞ്ഞു. മാരാരിക്കുളം വടക്ക് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഭരണകക്ഷി പ്രതിപക്ഷ ഒരു വ്യത്യാസവും വികസന കാര്യത്തിൽ വന്നിട്ടില്ല. മറ്റു പല സ്ഥലത്തും ചില അപശബ്ദങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ ഇവിടെ ഒരു അപശബ്ദം ഞാൻ കണ്ടിട്ടില്ല. ഈ 4 വർഷത്തെ അനുഭവം ഞാൻ പറയാം. ഇപ്പൊ ലഹരിക്കെതിരായിട്ടുള്ള നമ്മുടെ ക്യാമ്പയിനാണ്. എന്താ ഒറ്റമൂലി? ലഹരിക്കെതിരായി കുറെ പ്രസംഗം നടത്തിയാൽ ലഹരി ഉപയോഗം കുറയുമോ? മയക്കുമരുന്നിന്റെ ഉപയോഗം കുറയുമോ? പ്രസംഗിച്ചുകൊണ്ടാകില്ല. മറിച്ചോ നമ്മുടെ വളർന്നു വരുന്ന തലമുറയെ അതിലേക്കൊന്നും പോകാതിരിക്കാൻ കഴിയണമെങ്കിൽ അവരെ മറ്റൊരിടത്തിലേക്ക് നമുക്ക് ആകർഷിക്കാൻ കഴിയണം. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് കായിക മേഖല. കായിക മേഖലയുമായി ബന്ധപ്പെട്ട് ഒരു പഞ്ചായത്തിൽ ഒരു കളിക്കളം നിർബന്ധമാണ്. ഇപ്പൊ ഗവൺമെന്റ് ഒരു കാര്യം കൂടെ പറഞ്ഞു, പഞ്ചായത്തുകൾക്ക് കളിക്കളം ഇല്ലെങ്കിൽ അവർക്ക് ഭൂമി വാങ്ങുന്നതിന് വേണ്ടിയുള്ള അനുമതി തരും. അവർ ഭൂമി വാങ്ങിയാൽ MLA MP ഫണ്ടിൽ നിന്ന് പ്രത്യേക പരിഗണന അവിടെ സ്റ്റേഡിയങ്ങൾ കളിക്കളം ഉണ്ടാക്കുന്നതിന് കൊടുക്കണമെന്നാണ്. അതിന് വിഭജനത്തിലൊന്നുമില്ല. 30% പശ്ചാത്തല മേഖല, 20% ഉത്പാദന മേഖല, അല്ലെങ്കിൽ മറ്റു മേഖല എന്നുള്ളതിൽ വിഭജനം വേണ്ട. ജനങ്ങളിൽ നിന്ന് തന്നെ ചെലവഴിക്കാൻ കഴിയുന്ന നിലയിലേക്ക് എന്ന് വെച്ചാൽ നമ്മുടെ യുവാക്കളെ, ഈ യുവതികളെ, കുട്ടികളെ, വിദ്യാർത്ഥികളെ, അവരെയെല്ലാം നമുക്ക് കായിക മേഖലയിലേക്ക് ആകർഷിക്കണം. ഫുട്ബോൾ ഇഷ്ടമുള്ളവന് ഫുട്ബോള്, ക്രിക്കറ്റ് ആണെങ്കിൽ ക്രിക്കറ്റ്, വോളിബോൾ ആണെങ്കിൽ വോളിബോള്, എന്തിനാണോ പരിശീലനം കൊടുക്കാൻ കഴിയുന്നത്, ഏത് നിലയിലാണോ അവർക്ക് അവരുടെ താല്പര്യത്തെ നമുക്ക് അവരുടെ അഭിരുചിയെ പ്രോത്സാഹിപ്പിക്കേണ്ടത്, അത് കണ്ടറിഞ്ഞ് ചെയ്തു കൊടുക്കുക എന്നുള്ളത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കളിക്കുവാനും മറ്റുള്ളവർക്ക് ജിംനേഷ്യം എന്നുള്ളതിൽ ഉപയോഗപ്പെടുത്താനും കഴിയുന്ന നിലയിലേക്കുള്ള മനോഹരമായ ഈ പദ്ധതി തുകയേക്കാൾ അപ്പുറമുള്ള ഒരു പ്രൗഢത, ഒരു ഗാംഭീര്യം ഇതിനാകെയുണ്ട്.